മഹാത്മാഗാന്ധി ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് 155 വയസ്സ് വരും. നമ്മളെ രാഷ്ട്രപിതാവിൻ്റെ മരണകാരണം പറയുന്നത് വെടിയേറ്റെന്നാണ്. 1869 ഒക്ടോബർ 2 പോർബന്തറിൽ ജനിച്ച ഗാന്ധി 1948 ജനുവരി 30 വെടിയേറ്റു മരിച്ചു. 1940 ജനുവരി 30 വെള്ളിയാഴ്ച 5:17 അദ്ദേഹത്തിനെ ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ വെച്ച് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകൻ നാഥുറാം വിനായക ഗോഡ്സെ വെടിവെച്ചു കൊന്നത്. 1949 നവംബർ 15 നാഥുറാം വിനായക ഗോഡ്സെയെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഗാന്ധിജിയുടെ സ്മരണകൾ ആണ് ഇന്ന് ഇന്ത്യ മുഴുവൻ. രാഷ്ട്രപിതാവും അതുപോലെ പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ വിശിഷ്ട വ്യക്തികളെല്ലാം രാജ്ഘട്ടിൽ പോയി പുഷ്പാർച്ചന നടത്തി. ലോകത്തെ ഏറ്റവും വിറപ്പിക്കുന്ന ശക്തിയായ ഇംഗ്ലണ്ടിനെ അക്കാലത്ത് ഇന്ത്യയിൽ നിന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സമര പരമ്പരയിൽ നിന്നാണ് അവരെ നമ്മൾ ഇവിടെ നിന്ന് ഓടിച്ചത്. ഗാന്ധിജി ലോകത്ത് കാണിച്ചു കൊടുത്ത രണ്ട് വലിയ ആയുധം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അത് ഒന്ന് അഹിംസയാണ്, രണ്ടാമത്തെ ആയുധം സത്യാഗ്രഹമാണ്. ഇതുകൊണ്ടാണ് ഈ വെപ്പം ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയെ ആ ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് തുരത്തിയത് നമ്മൾ ആലോചിക്കണം. നമുക്ക് ഗാന്ധിജിയെ ഫോളോ ചെയ്യുന്ന വളരെയധികം ആൾക്കാർ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അതുപോലെ അമേരിക്കൻ ഗാന്ധിയാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. മാർട്ടിൻ ലൂതർ കിങ്ങിനെ നമുക്കറിയാം, വെടി വെച്ചു കൊല്ലുകയുണ്ടായി. അതുപോലെ ദക്ഷിണാഫ്രിക്കയിലുണ്ട് ഒരു ഗാന്ധി, നെൽസൺ മണ്ടേല. എത്രയോ വർഷം ജയിലിൽ കിടന്നു. അദ്ദേഹം അവിടുത്തെ ദക്ഷിണാഫ്രിക്കയുടെ പ്രധാനമന്ത്രിയായി ചെയ്തു. പിന്നീട് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. കെനിയയിലെ ഗാന്ധി ഉണ്ടായിരുന്നു, ജോമോ കെനിയാറ്റ. അപ്പം ഗാന്ധിജിയുടെ അതേ പ്രവർത്തനങ്ങളും അതേ ആദർശങ്ങളും വെക്കുന്ന വളരെയധികം ഗാന്ധികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. അതുപോലെ പാകിസ്ഥാനിലെ അതിർത്തി ഗ്രാമത്തിലെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്. ശ്രീലങ്കയിലുണ്ട് ഒരു ബുദ്ധമത സന്യാസി. അവിടെ ഗാന്ധിജിയുടെ എല്ലാ തത്വങ്ങളും അതുപോലെ തന്നെ നടത്തി ഗ്രാമങ്ങൾ തോറും അദ്ദേഹം സഞ്ചരിച്ച് വീടില്ലാത്തവർക്ക് ശ്രമദാനം മുഖേന വീട് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു ബുദ്ധമത സന്യാസി ശ്രീലങ്കൻ ഗാന്ധിയുണ്ട്. അഹാങ്ക മാഘെ ആര്യരത്നം എന്ന് പറഞ്ഞ ഒരു ബുദ്ധമത സന്യാസിയാണ്. ആധുനിക ഇന്ത്യയിലെ ഗാന്ധി ബാബ ആംതെ തന്നെയാണ്. ഗാന്ധിജിയുടെ മകൻ ഹരിലാല് 1948 മരിക്കുകയും ചെയ്തു. ഞാൻ ഇത് പറയുന്നതിൻ്റെ കാരണം, കഴിഞ്ഞ ദിവസം അടുത്ത ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു വാക്ക് ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ദാരിദ്ര്യമുണ്ട്. ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി നമ്മൾ. അതിദാരിദ്ര്യത്തിൽ കേരളത്തിലുള്ള 1.25 ലക്ഷം കുടുംബങ്ങളേ ഉള്ളൂ. നമുക്ക് അതിൽ നിന്ന് ഒരു മോചനം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുന്നത്. നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഈ അതിദാരിദ്ര്യത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ കഴിയും. മലയാളികൾ അമ്പലങ്ങളിലും മുസ്ലിം പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലെല്ലാം കഞ്ഞി വീഴ്ത്തും അതും ഇതുമൊക്കെ ആയിട്ട് നമ്മൾ എത്രയോ പണം ചെലവാക്കുന്നു. നമുക്ക് 1.25 ലക്ഷം കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാൻ കഴിയും. ഞാൻ ഒരു 2-3 വർഷം ഈ SC/ST ട്രൈബലിൻ്റെ ഉദ്ധാരണത്തിന് അങ്ങനെയുള്ളൊരു പോസ്റ്റുണ്ട്. അത് കാസർഗോഡാണ്. എന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു തട്ടി കാസർഗോഡ് വിട്ടു. അതിൻ്റെ മേധാവിയായിട്ട് 3 ജില്ലയിലെ മൊബൈൽ സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ SC/ST ട്രൈബലിൻ്റെ ഉദ്ധാരണത്തിനുള്ള ഒരു പോലീസ് സംവിധാനമാണ്. അങ്ങനെയാണ് ഞാൻ കാസർഗോഡ് പോയി ചാർജ് എടുത്തു കഴിഞ്ഞപ്പം രാമൻ എന്ന ഒരു നമ്മുടെ ട്രൈബൽ ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കുടി സന്ദർശിച്ചു. അവർക്കൊക്കെ അത്ഭുതമായിരുന്നു. ഞാൻ ആ കുടിയിൽ പോയപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നു, കൊരണ്ടിയയിലിരുന്നു, ചാണകം മെഴിയ ആ തറയിലിരുന്നു. എല്ലാം ഒരു വെള്ളം കുടിക്കുമോ ഞങ്ങളുടെ കുടി എന്നൊക്കെ രാമൻ ചോദിച്ചിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു കഴിക്കും. അവിടെ ഇരുന്ന് കടുങ്കാപ്പി എനിക്ക് ഉണ്ടാക്കി തന്നു. അതുങ്ങളുടെ ജീവിത രീതി അന്നത്തെ ആ കാലഘട്ടത്തിൽ അതീവമായ ദയനീയ അവസ്ഥയിലായിരുന്നു. അതിനുശേഷം വളരെയധികം പുരോഗമനം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. രാമനൊക്കെ ഒരുവിധം മകളൊക്കെ തിരുവനന്തപുരത്ത് വന്നു. ചാനലിലൊക്കെ വരുന്ന പെൺകുട്ടിയാണ് ധന്യ രാമൻ. ആ പെൺകുട്ടിയൊക്കെ നല്ലതായിട്ട് അവരെ ആ കുടുംബക്കാർ ഉയർന്നു. എങ്കിലും പൊതുവെ ഇന്നും പല TV ചാനലിലും
ട്രൈബൽ ഏരിയയില്, അതുപോലെ തന്നെ നമ്മുടെ ഉൾനാടൻ ഗ്രാമങ്ങളില് പ്ലാസ്റ്റിക് മേൽക്കൂര ഇട്ട് കിടക്കുന്ന, മഴയത്ത് നനഞ്ഞൊലിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവർ അതിദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ്. 1.25 ലക്ഷം കുടുംബങ്ങളേ ഉള്ളൂ. എന്തുമാത്രം പണമാണ് നമ്മൾ ചെലവാക്കുന്നത്. വിദേശത്ത് നിന്ന് ഇഷ്ടംപോലെ പണം നാട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അവർ വളരെ സഹായങ്ങൾ പലർക്കും ചെയ്യുന്നുമുണ്ട്. നമുക്കിത് വളരെ ഈസി ആയിട്ട് പള്ളിയും അമ്പലങ്ങളും, മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും, ഇവിടുത്തെ ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരും, അതുപോലെ തന്നെ ലയൺസ് ക്ലബ്ബുകാരും എല്ലാവരും വിചാരിച്ചാൽ നമുക്കൊരു കുടുംബത്തിന് 1 ലക്ഷം രൂപ മതി. ഹോളോ ബ്രിക്സ് കൊണ്ടും ഷീറ്റിട്ട ഒരു വീട്, ഒരു മുറിയും ഒരു അടുക്കളയും ഒരു കക്കൂസ്, അത്രേ ആവശ്യമുള്ളൂ. അപ്പൊ അത് 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് തീർക്കാൻ പറ്റും ഹോളോ ബ്രിക്സ് കൊണ്ട്. തറ സിമെന്റ് മതി, മൊസൈക്ക് ഒന്നും വേണ്ട, നമുക്ക് സിമെന്റ് മതി. അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന ഏകദേശം 1.25 ലക്ഷം പേര് ഉണ്ടെന്ന് കണക്കെടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് കഴിഞ്ഞ 2-3 മാസം നമുക്ക് പറഞ്ഞ പ്രസ്താവന അത് എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഗാന്ധി ജയന്തി ദിനത്തില് ഞാൻ അത് പറയുന്നത്. നമുക്ക് ഈ അതിദാരിദ്ര്യത്തില് അങ്ങനെയുള്ള ആൾക്ക് മാത്രം, അല്ലാതെ അവിടെ ഇവിടെയും വീട് വെച്ച് കൊടുക്കുന്നത് അത് ആ വഴി അങ്ങ് പോട്ടെ. നമുക്ക് കാടിനോട് ചേർന്ന് കാടിനുള്ളിൽ കിടക്കുന്ന, പ്ലാസ്റ്റിക് കെട്ടി മഴ നനഞ്ഞ് കിടക്കുന്ന അവിടുത്തെ നമ്മുടെ ഓരോ കുടുംബങ്ങളുണ്ട്. അതുപോലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ എല്ലാ ജില്ലയിലും ഉണ്ട്. അത് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കണ്ടിട്ടുണ്ട്, ഇടുക്കി ജില്ലയിൽ കണ്ടിട്ടുണ്ട്, പത്തനംതിട്ട ജില്ലയിൽ ചില ഭാഗത്ത് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ വയനാട്ടിലുണ്ട്. മലപ്പുറം ജില്ലയിൽ ഞാൻ ഉണ്ടെന്ന് കരുതുന്നില്ല. കാരണം അതിദാരിദ്ര്യത്തിൽ കിടക്കുന്ന വളരെ 1.25 ലക്ഷം കുടുംബങ്ങളെ നമുക്കുള്ളൂ. മലയാളികൾ ഒത്തൊരുമിച്ചാലേ നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരു വർഷം കൊണ്ട് ഇതങ്ങ് പരിഹരിക്കാം. അത് പല ആൾക്കാരും ചിലപ്പം സമൂഹത്തിലെ പല കുറ്റങ്ങൾ ചെയ്ത് ക്രിമിനലായിരിക്കാം, ശിക്ഷ കൊണ്ട് അനുഭവിക്കുന്നതായിരിക്കും. പക്ഷേ അവരൊക്കെ മനുഷ്യജീവികളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. അവർക്കൊക്കെ എതിരായിട്ട് ശക്തമായ നടപടി നിയമപരമായിട്ടുണ്ടാവും. പക്ഷേ അവരുടെ വീടിന്റെ അവസ്ഥ വളരെ മോശമാണ്. അതുകൊണ്ട് അത് അവിടുത്തെ പഞ്ചായത്തിന്റെയും അവിടുത്തെ വാർഡ് മെമ്പർമാരുടെയും, അതുപോലെ തന്നെ ഈ പണം ഇതിനകത്ത് അടിച്ചു മാറ്റാതെ അതുങ്ങൾക്ക് സാധനങ്ങളായിട്ട് ഹോളോ ബ്രിക്സ് ഓരോ പഞ്ചായത്തിലും എത്ര പേരുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിച്ചിട്ട്, അത് മുഖ്യമന്ത്രി പറഞ്ഞത് അതേ സ്പിരിറ്റിൽ എടുക്കണം. അത് കണ്ടുപിടിച്ചിട്ട് അവർക്ക് അങ്ങനെ കിടക്കുന്നത് വളരെ, അത് പത്രക്കാരും ചാനലുകാരും ഒക്കെ പറഞ്ഞാൽ അവരത് കണ്ടുപിടിച്ച് തരും. കാരണം അവർ പറയുന്നതൊക്കെ 100%. ഞാൻ അവരുടെ പല ഇതുപോലെയുള്ള വീടുകൾ കണ്ടെത്തി അത് ചാനലിൽ കാണിച്ചത് കണ്ടിട്ടാണ് പറയുന്നത്. കാരണം അതെല്ലാം കറക്റ്റായിട്ട്, മറ്റിടത്തൊക്കെ പല വെട്ടിപ്പും തട്ടിപ്പും നടക്കും. അങ്ങനെയുള്ള സ്പോട്ട് ചെയ്തിട്ട് അത് നമുക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം. ഈ ഗാന്ധി ജയന്തിയില് നമുക്കത് വളരെ അടിയന്തരമായി മലയാളിക്ക് 6 മാസം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാകും കേരളം അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിതമായത്. പതുക്കെ പതുക്കെ നമുക്ക് ഈ രാജ്യം സാമ്പത്തികമായി ശക്തി പ്രാപിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതുപോലുള്ള ശക്തി പ്രകടനം നമ്മൾ നമ്മുടെ സ്റ്റേറ്റിൽ കാണിച്ചു കൊടുക്കണം. ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. 6 മാസത്തിനകം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന.